ഉപതെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന് താമര വിരിഞ്ഞാൽ VK ശ്രീകണ്ഠൻ BJP-യിലേക്ക് പോകുമോ? നമ്മുടെ പാലക്കാട് MP VK ശ്രീകണ്ഠനെ കുറിച്ചാണോ ചോദിക്കുന്നത്? ഇല്ല, അദ്ദേഹം BJP-യിലേക്ക് പോകും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ BJP ജയിച്ചാൽ, അവിടെ താമര വിരിഞ്ഞാൽ അതിൽ ശ്രീകണ്ഠൻ വഹിച്ച പങ്ക് ചെറുതല്ല. അതിനൊരു വലിയ കഥയുണ്ട് അതിൻ്റെ പുറകിൽ. അതായത് പാലക്കാട് ഈ ഉപതെരഞ്ഞെടുപ്പ് പാലക്കാട് നടക്കുമെന്ന് വ്യക്തമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ വ്യക്തമായി. അപ്പോൾ തന്നെ പാലക്കാട് DCC ആവശ്യപ്പെടുകയാണ്, കരുത്തനായ ഒരു നേതാവ് K മുരളീധരനെ പോലൊരു നേതാവിനെ കൊണ്ടുവരണം, അദ്ദേഹത്തെ കൊണ്ടുവേണം ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കേണ്ടതില്ലെങ്കിൽ BJP ജയിക്കും, അപകടമാണ് എന്ന് പറഞ്ഞ് DCC പ്രസിഡന്റ് തങ്കപ്പൻ, പഴയ I ഗ്രൂപ്പുകാരനാണ്, ഇപ്പോഴും അദ്ദേഹം ഐയുടെ ആളാണ്, DCC പ്രസിഡന്റ് കത്തെഴുതി. ആ കത്തിന് ഒരു കടലാസിൻ്റെ വില പോലും VD സതീശൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ നൽകിയില്ല. അദ്ദേഹം ഷാഫി പറമ്പിൽ രണ്ടുപേരും കൂടെ ചേർന്ന് KC വേണുഗോപാലിനെ സ്വാധീനിച്ച് അവിടെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ സ്ഥാനാർത്ഥിയാക്കി. ഇതൊട്ടും ഇഷ്ടപ്പെടാത്ത ആൾ VK ശ്രീകണ്ഠനാണ്. കാരണം ശ്രീകണ്ഠൻ അറിയാം, ഷാഫിയുടെ വളർച്ച ഒരു പരിധി കഴിഞ്ഞാൽ എനിക്ക് അപകടമാണ് എന്ന് VK ശ്രീകണ്ഠൻ അറിയാം. അതിന് കാരണം ഈ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഒരു ഘടന നമ്മൾ നോക്കിയാൽ അവിടെ മലമ്പുഴയും പാലക്കാടും മാത്രമാണ് ഒരു ഹിന്ദു വോട്ട് ഡിസൈഡിങ് ഫാക്ടറായിട്ടുള്ളത്. അതിൽ മലമ്പുഴ CPM-ന് വലിയ സ്വാധീനമുള്ള സ്ഥലമാണ്, പാലക്കാട് BJP-ക്ക്. ഈ രണ്ട് സ്ഥലവും കഴിഞ്ഞാൽ പിന്നെ വരുന്ന 5 നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. ഒറ്റപ്പാലം, ഷൊർണൂർ, കോങ്ങാട്, മണ്ണാർക്കാട്, പട്ടാമ്പി, ഇങ്ങനെ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം മുസ്ലിം വോട്ട് ഒരു നിർണായക ശക്തിയാണ്. ലീഗ് നിർണായക ശക്തിയാണ്. അവർ ഭൂരിപക്ഷം അവരാണെന്നല്ല, പക്ഷെ അത് കൺസോളിഡേറ്റഡ് വോട്ടാണ്, ഒറ്റക്കെട്ടായിട്ട് ഏതെങ്കിലും ഒരു ചിഹ്നത്തിൽ വീഴുന്ന വോട്ടാണ്. ആ വോട്ട് മുമ്പ് CPM-ന് കുറേ കിട്ടിക്കൊണ്ടിരുന്നു. 2004 മുതൽ അത് CPM-ന് കിട്ടിക്കൊണ്ടിരുന്നു. പക്ഷേ ആ വോട്ട് ഇപ്പോൾ CPM-ന് നഷ്ടപ്പെട്ടത് കൊണ്ടാണ് അവിടെ CPM പരാജയപ്പെടുന്നത്. നോക്കൂ, 2019 കരുത്തനായ MP രാജേഷിനെ മലർത്തിയടിച്ചാണ് ശ്രീകണ്ഠൻ ജയിച്ചു വന്നത്. അതിന് കാരണം ഈ മണ്ഡലങ്ങളിലെ മുസ്ലിം വോട്ടാണ്. അത് N ബ്ലോക്ക് പിടിക്കാൻ കോൺഗ്രസ്സിന് സാധിച്ചു. ലീഗ് അത് കൃത്യമായിട്ട് പൈപ്പ് ചെയ്ത് അത് UDF-ലേക്ക് ആ വോട്ടിനെ കൊണ്ടുവന്നു. അതുകൊണ്ടാണ് VK ശ്രീകണ്ഠൻ 2019 അവിടെ ജയിച്ചത്. ആ ശ്രീകണ്ഠൻ 2024 ജയം ആവർത്തിച്ചത് ഇതുകൊണ്ട് തന്നെയാണ്. ശ്രീകണ്ഠൻ തോറ്റതും, ശ്രീകണ്ഠനല്ല E ശ്രീധരൻ തോറ്റതും, E ശ്രീധരൻ പാലക്കാട് തോറ്റത് നിയമസഭാ മണ്ഡലമാണ്. അവിടെ ഈ കണക്കല്ല, അവിടെ വേറൊരു ചരിത്രമാണ്. ഇരിക്കട്ടെ, അത് നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ. ഞാനീ പറഞ്ഞ 5 മണ്ഡലങ്ങളിലെ മുസ്ലിം വോട്ട് നിർണായകമായിട്ട് ഏത് മുന്നണിക്ക് വീഴുമോ ആ മുന്നണി ജയിക്കും. കാരണം അതൊരു ഡിസൈഡിങ് ഫാക്ടറാണ്, കൺസോളിഡേറ്റഡ് വോട്ടാണ്. മറ്റതൊക്കെ പൊളിറ്റിക്കലായിട്ടുള്ള വോട്ടാണ്, രാഷ്ട്രീയം നോക്കി ചെയ്യുന്ന വോട്ടുകളാണ്. ഇത് ശ്രീകണ്ഠനെ അറിയാം. അപ്പോൾ ഷാഫി ഒരു പരിധിക്ക് അപ്പുറത്ത് വളർന്നാൽ അത് എൻ്റെ നിലനിൽപ്പിന് അപകടമാണ് എന്ന തിരിച്ചറിവ് ശ്രീകണ്ഠനുണ്ട്. ശ്രീകണ്ഠൻ എന്ത് ചെയ്തു? വളരെ കൃത്യമായിട്ട് പാലക്കാട് മത്സരിക്കാൻ, ഇക്കുറി ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ബൽറാമിനെ കൊണ്ടുവരാനാണ് നീക്കം നടത്തിയത്. പക്ഷെ അത് ഷാഫി വെട്ടി. ഷാഫിക്ക് മലബാറിൽ ഇപ്പം നല്ല സ്വാധീനമാണ്. അതുകൊണ്ടാണ് വടകര പോയി നിന്ന് മത്സരിച്ച് KK ശൈലജ എന്ന CPM-ൻ്റെ എക്കാലത്തെയും കരുത്തുറ്റ പോരാളിയെ മലർത്തിയടിച്ചത്. നോക്കൂ, നിസ്സാര വോട്ടിനല്ല അവിടെ വടകരയിൽ ഷാഫി ജയിച്ചത്. ഷാഫി വലിയ ഭൂരിപക്ഷത്തിനാണ് അവിടെ ജയിച്ചിരിക്കുന്നത്, അതും KK ശൈലജയെ പോലൊരാളെ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ അതിനകത്തുണ്ട്. ഈ ഷാഫിക്ക് മലബാറിൽ വലിയ രീതിയിൽ ഇപ്പോൾ സ്വാധീനമുണ്ട് കോൺഗ്രസിനുള്ളിൽ. അതിന് കാരണം ലീഗിൻ്റെ സഹായവും കൂടിയുണ്ട്. തെക്കൻ കേരളത്തിൽ ഷാഫിക്ക് വലിയ സ്വാധീനമില്ല എന്നാണ്. നിലവിൽ വലിയ സ്വാധീനമില്ല. ഈ മലബാറിൽ ഉള്ളതുമായിട്ട് തട്ടിച്ചു നോക്കിയാൽ തെക്കൻ കേരളത്തിൽ ഷാഫി പറമ്പിലിന് അത്രയും സ്വാധീനമാണ്. നോക്കൂ, കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ മാറുകയാണ്. ഈ AI എന്ന് പറഞ്ഞ് 2 ഗ്രൂപ്പുകളായിട്ട് നിന്ന് പയറ്റിയിരുന്ന പഴയ കോൺഗ്രസ് രാഷ്ട്രീയം, ലീഡർ ആൻ്റണി 2 ധ്രുവങ്ങളിലായിട്ട് നിന്ന് പയറ്റിയിരുന്ന ആ പഴയ കോൺഗ്രസ് രാഷ്ട്രീയം ഏതാണ്ട് അസ്തമിച്ചു. പിന്നെ ഇടക്കാലത്ത് അതിനകത്തൊരു തിരുത്തൽവാദമൊക്കെ വന്നെങ്കിലും അത് ഈ I ഗ്രൂപ്പിനോട് ചേർന്ന് നിൽക്കുന്ന ഒന്നായിരുന്നു. അത് ആ കാലം കഴിഞ്ഞു. ഇന്നിപ്പോൾ പുതിയ ചെറുപ്പക്കാരുടെ പുതിയ കാലമാണ്, പുതിയ ഗ്രൂപ്പ് സമവാക്യങ്ങളാണ്.
കോൺഗ്രസിൻ്റെ പഴയ എന്താ പറയണ്ടേ ഈ പറഞ്ഞ തരത്തിലുള്ള ഒരു ഗ്രൂപ്പിസം കോൺഗ്രസ്സിൽ ഇന്നില്ലാതായി എന്ന് തന്നെ പറയാം. ഈ ശ്രീകണ്ഠൻ ഇപ്പം VT ബലറാമിനെയാണ് അവിടെ കൊണ്ടുവരാൻ ശ്രമിച്ചത് എന്ന് പറഞ്ഞു, അതിനെ ഷാഫി വെട്ടി എന്ന് പറഞ്ഞു. അങ്ങനെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് തന്നെ എന്തൊരു വിഡ്ഢിത്തകരമായിട്ടുള്ള തീരുമാനമാണ്. കാരണം VT ബലറാം അവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ജയിക്കില്ല. കാരണം യാതൊരു സ്വാധീനം നിലവിൽ കേരള രാഷ്ട്രീയത്തിൽ ഇല്ലാത്തൊരു നേതാവാണ് ബലറാം എന്ന് പറയുന്നത്. നമുക്ക് അങ്ങനെ പറയാൻ സാധിക്കില്ല. VT ബലറാം നിയമസഭയിലടക്കം നല്ല പ്രകടനം കാഴ്ചവെക്കുന്ന ആളാണ്. ഒരു നെഹ്റുവിയൻ സോഷ്യലിസത്തിൻ്റെ വക്താവാണ്. കോൺഗ്രസ്സിനുള്ളിലെ ഒരു എന്താ പറയണ്ടേ കൃത്യമായിട്ടും എല്ലാ വിഭാഗങ്ങളുടെയും വോട്ട് വാങ്ങിച്ചെടുക്കാൻ കഴിയുന്ന ഒരാളാണ് ബൽറാം. ഈ ബൽറാം പാലക്കാട് വന്നാലും പാലക്കാട് കോൺഗ്രസിൻ്റെ കയ്യിലിരിക്കുന്നു, ഷാഫിയുടെ കയ്യിലിരിക്കുന്നു. അപ്പോൾ ഈ ബൽറാമിനെ വിജയിപ്പിച്ചെടുക്കാൻ ഷാഫിയും ശ്രീകണ്ഠനും എല്ലാവരും കൂടെ ഒരുമിച്ച് പ്രയത്നിച്ചാൽ സാധിക്കും. അതിന് പകരം ഷാഫി ബൽറാമിനെ തഴഞ്ഞിട്ട്, കാരണം ഒരു കാട്ടിൽ 2 സിംഹങ്ങൾ വേണ്ട എന്ന് പറയുന്ന പോലെ ഒരു ജില്ലയിൽ നിന്ന് 2 അങ്ങനത്തെ മിടുക്കരായ നേതാക്കൾ വേണ്ട. ബൽറാമും നല്ല മികച്ച നേതാവ് തന്നെയാണ്. ഷാഫിയെ പോലെ തന്നെ നന്നായിട്ട് രാഷ്ട്രീയം അറിയുന്നയാളാണ്. ഒരു പക്ഷേ ഷാഫിയുടെ സമുദായത്തിൻ്റെ ഒരു പിന്തുണ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പച്ച പുള്ളിക്കുണ്ട്. കാരണം അത് എൻ ബ്ലോക്കായിട്ട് ആ വോട്ടുകൾ പിടിക്കാൻ സാധിക്കുന്നു. ഒരു പക്ഷേ ബൽറാമിന് അത്രയും സാധിച്ചെന്ന് വരില്ല. പിന്നെ ഷാഫിക്ക് ഫണ്ട്, പിന്നെ സാമ്പത്തിക സഹായങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയ ആൾക്കാരുണ്ട്. അദ്ദേഹത്തിന് പെട്ടെന്ന് കോൺഗ്രസ്സിൽ കുറച്ച് ഫണ്ടൊക്കെ വേണമെന്ന് പറഞ്ഞാൽ അത് പിരിച്ചെടുക്കാനുള്ള കഴിവുള്ളൊരു നേതാവാണ് ഷാഫി. ബൽറാമിന് ആ കഴിവുണ്ടെന്ന് തോന്നുന്നില്ല. ഇതൊക്കെ ഈ പാർട്ടി സംബന്ധമായിട്ട് ഇപ്പോൾ കോൺഗ്രസ് ഒരു പരിപാടി നടത്തുന്നു, കുറച്ച് പണം വേണം അതിന്, ന്യായമായ രീതിയിൽ ഒരു പിന്നെ എന്താ പറയണ്ടേ മറ്റേ രസീതുമായിട്ട് പോയാൽ ബൽറാം പോയാൽ പണം കിട്ടത്തില്ല, ഷാഫി പോയാൽ പണം കിട്ടും. അതൊരു പ്രത്യേക നേക്കാണ്. പണ്ട് അത് ഉമ്മൻചാണ്ടി AK ആൻ്റണിയെ കുറിച്ച് പറയാറുണ്ട്. ഉമ്മൻചാണ്ടി പിന്നെ പണം കോൺഗ്രസ്സിലേക്ക് കൊണ്ടുവരാൻ മിടുക്കനാണ്, പക്ഷേ AK ആൻ്റണിക്ക് ആ മിടുക്കില്ല. പിണറായിയെ കുറിച്ച് പറയുന്നത് പണം കൊണ്ടുവരാൻ മിടുക്കനാണ്, VS ആ മിടുക്കില്ല എന്ന് പറയുന്നത് പോലെയാണ് ഇവിടെ. അപ്പോൾ ഇവിടെ വാസ്തവത്തിൽ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് വളരെ പ്രസക്തിയുണ്ട്. തെക്കൻ കേരളത്തിൽ ഷാഫിക്ക് വലിയ സ്വാധീനമില്ല. തെക്കൻ കേരളത്തിലേക്ക് ഒരു എൻട്രി, ഒരു വാതിലൊന്ന് തുറന്നു കിട്ടണം. അതിനാണ് ഷാഫി രാഹുലിനെ പാലക്കാട് നൂലിൽ കെട്ടിയിറക്കിയത്. മധ്യ തിരുവിതാംകൂറിൽ നിന്ന് നായർ സമുദായത്തിൽപ്പെട്ട ഒരു നേതാവാണ്, ചെറുപ്പക്കാരനാണ്, ചാനൽ ചർച്ചകളിൽ വലിയ വീറുട്ട പോരാട്ടം കാഴ്ചവെക്കുന്ന ആളാണ്, ചെറുപ്പക്കാർക്ക് വലിയ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെയുള്ള രാഹുൽ മാങ്കൂട്ടത്തിലിനെ കൊണ്ടുവന്ന് രാഹുൽ മാങ്കൂട്ടത്തിലൂടെ തെക്കൻ കേരളത്തിലേക്ക് ഒരു പ്രവേശനം, പ്രത്യേകിച്ചും മധ്യ തിരുവിതാംകൂറിൽ നിന്ന് വരുന്നു എന്ന് പറയുമ്പോൾ അത് നായർ വോട്ടിനെ വലിയ രീതിയിൽ സ്വാധീനിക്കും. ഇപ്പോൾ BJPയിലേക്ക് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്ന ഈ തെക്കൻ കേരളത്തിലെ നായർ വോട്ട്, ഗണ്യമായ നായർ വോട്ട് തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെയും ലക്ഷ്യം. കാരണം നായർ വോട്ടും ഈഴവ വോട്ടും കൂടി പിടിക്കാതെ രക്ഷയില്ല കോൺഗ്രസ്സിന്. തെക്കൻ കേരളത്തിൽ ജയിച്ചു വരണമല്ലോ. തെക്കൻ കേരളം ഒരു ബാലികറാമലയായാൽ അത് വലിയ വെല്ലുവിളിയാണ്. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലുള്ളൊരു മധ്യ തിരുവിതാംകൂറിൽ നിന്നുള്ളൊരു നായരെ, അങ്ങനെ തന്നെ പറയണം, കൊണ്ടുവന്ന് വളർത്തി വലുതാക്കി ഒരു വലിയ നേതാവാക്കി പതുക്കെ തെക്കൻ കേരളത്തിലേക്കും കൂടെ തൻ്റെ സ്വാധീനം, തൻ്റെ കൂടെ നിൽക്കുന്ന ഒരു കൂട്ടം നേതാക്കളെ, MLA-മാരെ, MP-മാരെ സൃഷ്ടിച്ചെടുക്കലാണ് ഷാഫി പറമ്പിലിൻ്റെ ലക്ഷ്യം. അതിനാണിപ്പോൾ ശ്രീകണ്ഠൻ അള്ളു വച്ചിരിക്കുന്നത്. കാര്യം വളരെ വ്യക്തമാണ്. കോൺഗ്രസ്സിനുള്ളിലെ മാറിയ ഗ്രൂപ്പ് സമവാക്യങ്ങളുടെ പുതിയ പോരാട്ടമാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ശ്രീകണ്ഠന് ആവശ്യമുള്ളത് കിട്ടിയില്ലെങ്കിൽ ശ്രീകണ്ഠൻ സന്ദീപ് വാര്യരെ പോലെ കോൺഗ്രസിലേക്കല്ല BJPയിലേക്ക് പോകുന്നാണോ പറയുന്നത്? അങ്ങനെ സംഭവിക്കില്ല. അദ്ദേഹം പക്ഷേ അത് കോൺഗ്രസിൻ്റെ തകർച്ചയെ ആശ്രയിച്ചിരിക്കും. കോൺഗ്രസ് സമ്പൂർണ്ണമായിട്ടും തകർന്നാൽ കോൺഗ്രസ്സിലെ ഒരുപാട് നേതാക്കൾ BJPയിലേക്ക് പോകും. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് ഇതല്ല. ഇപ്പോൾ കോൺഗ്രസ്സിനുള്ളിലെ ഗ്രൂപ്പിസമാണ് ഈ പ്രകടമാകുന്നത്. അത് ആ പുതിയ ഗ്രൂപ്പിസത്തിൻ്റെ പുതിയ മുഖങ്ങൾ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഭാവിയിൽ അത് എത്രത്തോളം പുറത്തു വരും, എത്രത്തോളം വ്യാപിക്കുമെന്നൊക്കെ നമുക്ക് ഭാവിയിൽ കണ്ടറിയാം. എന്തായാലും സംഘർഷം എത്രത്തോളം വലിയ രീതിയിൽ കോൺഗ്രസിനുള്ളിൽ ഉടലെടുക്കുമെന്ന് നാളെയാണ് തീരുമാനിക്കാൻ വേണ്ടി പോകുന്നത്. അതെ, നാളെ നിർണായക ദിവസമാണ്. D-Day എന്നൊക്കെ പറയുന്നത് പോലെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസമാണ് നാളെ.